ഫോറിൻ സിഗരറ്റ്, പ്ലെയിൻ ഇറങ്ങി വരുന്ന വരവ് കാണണ്ടേ? നാട്ടിൽ ജോലിയില്ലാത്ത പിള്ളേര് കാണുന്നത് ഇതല്ലേ? കയ്യിലൊരു നാഷണൽ പാനസോണിക്, അത് മമ്മൂക്ക വിട്ടുപോയി. ആ ജോലി ചെയ്താൽ കാശ് കിട്ടും, അത് നേരാ. ചോര നീരാക്കാൻ ഒരുക്കമുള്ളവർക്ക് ഇവിടെ രക്ഷയുള്ളൂ. വരുമ്പോഴേക്കും 4000-ഉം 5000-ഉം തന്ന് ജോലി തരാൻ അറബികൾ പിടിയും വലിയും നടത്തും. ഇതൊക്കെയായിരിക്കും നാട്ടിൽ ഇപ്പോഴും കഥ, അല്ലേ? ഇവിടെയും സ്ഥിതി മാറിയെന്നറിയാഞ്ഞിട്ടല്ല. എന്തെങ്കിലും തരികട ഒപ്പിച്ചിട്ടുണ്ടാവും. മമ്മൂക്കയല്ലേ ആള്. ആകെ കുഴപ്പത്തിലാണ് എന്റെ കുട്ടൻ നായരെ. ഗുരുവായൂർക്കാരൻ പണിക്കര് വഴി 5-8 പേരെ ഓരോ സ്ഥാനത്ത് കയറ്റി. ഇനി അങ്ങോട്ട് അടുത്തുകൂടാ. മേനോൻ വഴി 3-4 പേർക്ക് ജോലി കൊടുത്തു. ഇനി ആ വഴി കടക്കാൻ പാടില്ലെന്നാണ് കണ്ടീഷൻ. കണ്ടാ കുറച്ചാണ്. ഇതൊക്കെയാണെങ്കിലും ആള് ശുദ്ധനാണ് കേട്ടോ. ഇവിടെ കുറെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പോഴിവിടെ വലിയ സ്ഥാനത്ത് ഇരിക്കുന്ന പലരുടെയും ക്വാളിഫിക്കേഷൻ എന്താ? തലയിലേക്കാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. പടച്ചോണ വേണ്ടോടത്ത് ഒപ്പിട്ട അവൻ കരപറ്റും. ഇത്തവണ നമ്മൾ വേറൊരാളെ നോക്കി വെച്ചിട്ടുണ്ട്. രാജന്റെ തലയിലേക്കിന്റെ ബലം പോലെ ഇരിക്കും ബാക്കി കാര്യം. വർഗീസേ, ഇതാണ് ഞാൻ പറഞ്ഞ രാജൻ. വർഗീസ് ഒരു ജപ്പാൻ കമ്പനിയിലാണ് ജോലി. ഇത് കേട്ടാ തോന്നും വലിയ ആളാണെന്ന്. തെറ്റിദ്ധരിക്കണ്ട, ജോലി ഡ്രൈവർ. ഇവിടെ ഡ്രൈവറായി ജോലി കിട്ടുന്ന പരമഭാഗ്യം. ഞാൻ 3 തവണ ടെസ്റ്റ് കൊടുത്തതാ. ബാപ്പുട്ടി തലശ്ശേരിക്കാരനാണ്. ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. അവിടെയുള്ള 4 പേരും തലശ്ശേരിക്കാരാണ്. അപ്പം നിങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ഞമ്മക്ക് ഉള്ളത് കൊണ്ടൊക്കെ ഇവിടെ കയ്യാന്ന്. ഇന്ന് മുതൽ രാജന്റെ ചാർജ് കുട്ടനാർക്കാണ്. പിന്നെ രാജന് അത്യാവശ്യം വല്ലതും വാങ്ങിക്കാനുണ്ടാ? വല്ല ബ്രസ്സാ, പേസ്റ്റാ, ബനിയനാ? ഇപ്പോഴൊന്നും വേണ്ട മമ്മൂക്ക. ശരി, വല്ലം വെച്ചുണ്ടാക്ക പഹേരെ. ഞമ്മള് വൈകിട്ടേ വരുവുള്ളൂ. ഒഴിവു ദിവസങ്ങളിലാണ് മമ്മൂക്കയുടെ രാജ്യഭരണം. ചിലർക്ക് ഫ്ലാറ്റ് അന്വേഷണം, വലിയ ഏമാന്മാരുടെ വീടുകളിൽ കുശല പ്രശ്നം, പഴയ പ്രജകളൊക്കെ നന്നായി കഴിയുന്നു മേൽനോട്ടം. കിട്ടാക്കുറ്റി പിരിപ്പിക്കല് അക്കാര്യം കണക്കാണ്. പറ്റിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ പോലും 4 പയ്യാരം കേട്ടാ ആരുടെ കടം വാങ്ങിച്ചെങ്കിലും കൊടുക്കും. ഒട്ടുമുക്കാലും അത് കിട്ടാത്ത കുറ്റി തന്നെയാണ് കിടക്കുന്നത്. ഇന്നത്തെ പ്രധാന അജണ്ട രാജന്റെ ജോലിക്കാര്യമാവും. ഗ്രാജുവേറ്റ് ആണോ? മുഴുമിച്ചില്ല. MA-ക്കാരും BA-ക്കാരും കണ്ടക്ടർ പണി പോലും കിട്ടാതെ ഉഴലെയാണ് അത്ര നാട്ടിൽ. ഈ ഡിഗ്രിക്ക് ഇവിടെ വലിയ വിലയൊന്നുമില്ല. 6.5 ക്ലാസിന്റെ ഡിഗ്രിയും കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. മഴക്കാലത്ത് ഏറും ഷർട്ട് ഉണങ്ങില്ല. എന്നെ നാറുന്നു എന്ന് പറഞ്ഞ് മാറിയിരുന്ന ഒരു ചെറുക്കനെ ഞാൻ തല്ലി. സ്കൂൾ മാനേജറുടെ മകനായിരുന്നു ചെറുക്കൻ. ഹെഡ്മാസ്റ്ററുടെ ഡിസ്മിസൽ, അച്ഛന്റെ വക പുതിര തല്ല്. കുട്ടേട്ടൻ ഒരു കഥാപാത്രമാണ്. ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ഇപ്പൊ എഴുത്തും. ഒരു പ്രേമരോഗി, ഒരു പാട്ടുകാരൻ, എഴുതാത്തൊരു മഹാകവി. ആ, കവി വന്നല്ലോ. എഴുതും, ഇപ്പോഴല്ല. ഇദ്ദേഹം ഭാവിയിലെ ആർക്കെ വാരാപ്പുഴയാണ്. പക്ഷേ ഇപ്പൊ വെറും രാമൻകുട്ടി. ആ, രാജ്യം വിശ്രമിക്കും. മമ്മൂക്ക് എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. उधर बैठो साहब, उधर उधर आज बैठो साहब. അസ്സലാമു അലൈക്കും. യെസ് പ്ലീസ്. മൂപ്പര് ഒന്ന് കാണണം. ഇന്ന് ഹോളിഡേ ആണ്. ബിസിയായി എന്തോ എക്സ്ട്രാ വർക്കിന് വന്നതാ. അപ്പോയിന്റ്മെന്റ്സ് ഇല്ല. അതോ അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട. ഞമ്മക്കൊരു ചെറിയ കച്ചവടം ഉണ്ട്. അതിൽ കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞാ മതി. പേര് മുഹമ്മദ് കുഞ്ഞി. പക്ഷെങ്കിലും മമ്മുക്കാന്ന് പറയുന്നതാണ് എളുപ്പം. മാഡം സേ മമ്മുക്ക വെയിറ്റിംഗ് യു ദ മാനേജർ. Sir, somebody here. One Mr. Mamuka. Okay, sir. നേരെ പോയാ മതി, ഇടത്തെ മതി. അറിയാം. ഫോണിൽ കൂടി എല്ലാ കാര്യവും പറയാൻ ഒക്കില്ലല്ലോ. ഇതങ്ങനെയുള്ളൊരു കേസാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ബുദ്ധിമുട്ടിക്കൂ. എല്ലാ സ്ഥലത്തും ആളുകളെ പിരിച്ചുവിടുകയാണ്. ഞാൻ തന്നെ എല്ലാം മതിയാക്കി റിട്ടയർ ചെയ്ത്
നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ് മമ്മൂക്ക. പോണം. അന്യനാട്ടിൽ എത്ര നാളെന്ന് വെച്ച് കിടക്കുക. ഇനി സാറിന് അതിന്റെ ആവശ്യമില്ല. പോകുന്നതിന് മുമ്പ് നല്ലൊരു കാര്യം കൂടി ചെയ്തിട്ടാകട്ടെ. ഇനി ജോലിക്കാര്യം പറഞ്ഞാൽ എന്റെ അറബാബിന്റെ ലോഹ്യം പോകും. പഠിപ്പുണ്ട്, ചെറുപ്പം, നല്ല സ്വഭാവം, പേരുള്ള തറവാട്ടുകാരൻ. എന്നെ വിശ്വസിച്ച് ഇവിടെ വന്ന് പെട്ടുപോയി. നോക്കട്ടെ, നാളെ രാവിലെ 9 മണിക്ക് എന്നെ ഒന്ന് കാണാൻ പറയൂ. നാളെ വേണ്ട, ബുധനാഴ്ച വരാൻ പറയും. ശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ മമ്മൂക്ക, ഉറപ്പില്ല. അത് പറഞ്ഞു കിട്ടിയാൽ മതി. ശ്രമിച്ചാൽ നടക്കാതിരിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇക്കുറി മാപ്പാക്കണം. ഇനി ജോലിക്കാരും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരികേയില്ല. മമ്മൂക്ക എത്രാമത്തെ തവണയാണ് ഇത് എന്നോട് പറയുന്നത്? നമ്മൾ 4 പേർക്ക് ഗുണം ചെയ്താൽ വയസ്സുകാലത്ത് അത് ആലോചിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് മനസമാധാനം ഉണ്ടാവും. അവസാനത്തെ കണക്കിൽ അത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ സാർ. ശരി. നടന്നോളി. പണിയെന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ. ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് വൈകണ്ട, നടക്ക്. Good morning. So you are the candidate. Yes. Name? Rajan. K. Rajagopalan. I am Alice. Go right in. Thank you. Good morning, sir. Sit down. Any experience? No, sir. You know accountancy? I will learn. I will learn faster. Please wait outside. Thank you, sir. हम इनको लेके क्या करेगा? We will try him for 6 months. He seems to be smart. मलबारी लोग से कंपनी बन लेते क्या? എല്ലാവരും ഞാൻ ചോദിച്ചതായിട്ട് എഴുതണോട്ടാ. നിങ്ങളുടെ മോന് തന്നെയാണ് കത്തയക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയിക്കാൻ? ഇവിടുത്തെ കഷ്ടപ്പാട് വിസ്തരിച്ച് എഴുത്. അവനിക്കൊരു NOC അയച്ചു കൊടുക്കാത്ത ഈറ കുറച്ചൊന്നുമല്ല. ഉള്ള കൃഷി നോക്കി നടക്കുന്നതാണ് ഉത്തമമെന്ന് നിങ്ങളുടെ വകയും കൂടി ഒരു ഉപദേശം അങ്ങ് ചെല്ലട്ടെ. എന്റെ കാര്യം കഴിഞ്ഞപ്പോ തുടങ്ങിയ ഉപദേശം എന്ന് അവന് തോന്നുന്നു. ചെക്കന് പിരാന്താണ്. ആണായിട്ട് അവൻ ഒരുത്തനേ ഉള്ളൂ. അവൻ അവിടെ നിൽക്കട്ടെ. മാളിയമ്മ അങ്ങാടി വരെ പോകാനുള്ള കാറ്. ആ പൂതി വേണ്ട. നാട്ടിൽ ചെറുമട്ടത്തിനൊക്കെ കഴിയാനുള്ള വക നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പടച്ചോൻ ഇത് നിലനിർത്തി തന്നാ മതി. അതൊക്കെ മമ്മൂക്ക എഴുതിയാ മതി. ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് വെച്ച് ഒറ്റ വാചകം കൂടി എഴുതിയത്. മേലോട്ട് നോക്കി സങ്കടപ്പെടാതെ താഴോട്ട് നോക്കി സമാധാനിക്കാണ് വേണ്ടത്. എവിടെ കഴിഞ്ഞില്ലേ രാജൻ? നടന്നോളൂ. 5 മിനിറ്റ് താമസമുണ്ട് എനിക്ക്. യെസ് പ്ലീസ്. ഞാൻ തന്നെയാണ് മമ്മൂക്ക. ഞാൻ വരാം.
സ്ഥലം മനസ്സിലായി. എത്തിക്കോളാം. ശരി. കാത്തു നിൽക്കാൻ കണ്ട സ്ഥലം പറ്റി മമ്മൂക്ക. അല്ല, എന്താ ഫോണിൽ കൂടി പറയാൻ വയ്യാത്ത സ്വകാര്യം? അബുവിന്റെ കത്ത് വന്നു. എനിക്ക് വന്നില്ല. എല്ലാ വിവരത്തിനും എഴുതി അമ്മണിയെ കൊണ്ട് അടിയിൽ 2 വരിയെങ്കിലും എഴുതിച്ച് ഉടനെ മറുപടി അയക്കണമെന്ന് എഴുതിയിട്ട് നോക്കട്ടെ, എത്ര ദിവസമായി? വിവരങ്ങള് ബാപ്പ പോയി പറഞ്ഞാ മതിയെന്ന് എത്ര എളുപ്പത്തിലാണ് എഴുതിയത് പടച്ചോനെ. പറഞ്ഞോളൂ മമ്മൂക്ക. എന്ത് കേട്ടാലും സഹിക്കാൻ എനിക്ക് കഴിയും. പറയൂ മമ്മൂക്ക. പണവും കൊണ്ട് അബു പെങ്ങളുകുട്ടിയെ കാണാൻ ചെന്നപ്പോ കണ്ടില്ലേ? അബു കണ്ടില്ലേ? കണ്ടു. അമ്പലക്കുളത്തിൽ ശവം പൊന്തി കിടക്കുന്നതാണ് എന്റെ മോന് കാണേണ്ടി വന്നത്. മമ്മൂക്ക